والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب لكتاب العلم അടുത്ത حديث. وعن أبي الدرداء رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കേട്ടു എന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കാൻ ഒരു സന്ദർഭമുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഹദീസുകൾ പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരുന്ന സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാം പഠിപ്പിക്കാനും കാര്യങ്ങൾക്കുമായിട്ട് ദമസ്കസിലാണ് അദ്ദേഹം താമസമുണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കൽ മദീനത്ത് നിന്ന് ദമസ്കസിലേക്ക് ഒരു വ്യക്തി വരികയാണ്. അങ്ങനെ അബൂ ദർദാ റളിയല്ലാഹുവിനോട് വന്ന് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ആ ഹദീസ് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ മദീനത്ത് നിന്ന് ദമസ്കസ് വരെ അന്ന് കാലത്ത് അത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ടുള്ളത്. വേറൊരു ആവശ്യവും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്താണ് ഹദീസ്? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരാണോ ഇൽമ് നേടാൻ വേണ്ടി ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, അവൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കും. വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിളൻ ബിമാ യസ്നഉ. മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും ഒരു ഇൽമ് നേടുന്ന ആൾക്ക് വേണ്ടി, വിദ്യാർത്ഥിക്ക് വേണ്ടി, അവൻ ചെയ്യുന്ന ആ കാര്യത്തെക്കുറിച്ചുള്ള തൃപ്തി കാരണത്താൽ. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ഒരു ആലിമിന്, ഒരു പണ്ഡിതന് വേണ്ടി ആകാശഭൂമികകൾ അകത്തുള്ള എല്ലാം ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്. ഹത്തൽ ഹീതാനു ഫിൽ മാ, കടലിലുള്ള വലിയ മത്സ്യം പോലും. വഫദ്ലുൽ ആലിമി അലൽ ആബിദ്. ഒരു ആബിദിനേക്കാൾ, ഇബാദത്ത് മാത്രം ചെയ്ത് മുഴുകുന്നവനേക്കാൾ ഒരു ആലിമിന്, ഇൽമുള്ളവനുള്ള ഫദ്ലി എന്ന് പറഞ്ഞാൽ കഫദ്ലിൽ ഖമരി അലാ സായിരിൽ കവാകിബ്. ആകാശത്ത് പൂർണ്ണ നിലാവുള്ളൊരു ചന്ദ്രൻ, ആ ചന്ദ്രന് മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ എത്രത്തോളം ഫദ്ലുണ്ടോ അതുപോലെയാണ്. വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ. തീർച്ചയായിട്ടും പണ്ഡിതന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറം വലാ ദിർഹമ. അംബിയാക്കൾ ദീനാറോ ദിർഹമോ അനന്തരമായി വിട്ടേച്ചു പോകുന്നില്ല. ഇന്നമാ വറസു അൽ ഇൽം. അവർ അനന്തരമായി വിട്ടേച്ചു പോകുന്നത് ഇൽമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ആരാണോ അത് നേടുന്നത് അവന് വലിയ ഒരു നേട്ടമാണ് ലഭിക്കുന്നത് എന്ന്. ഈ ഹദീസാണ് അത്രയും ദൂരം ഒരു ഹദീസിന് വേണ്ടി വന്ന ആ സ്വഹാബിക്ക് യോജിച്ച ഹദീസാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടെ ഉദ്ധരിച്ചു കൊടുക്കുന്നത്. ഈ ഹദീസിൽ ഒന്നാമത് പറഞ്ഞത് എന്താണ്? ഇൽമ് നേടാനുള്ള മാർഗത്തിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലുള്ള മാർഗം എളുപ്പമാക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇൽമാണ് നമുക്ക് ഹലാലും ഹറാമും വേർതിരിച്ച് തരുന്നത്. അതുപോലെ തന്നെ ഹക്കും ബാത്തിലും വേർതിരിച്ചു തരുന്നത്. ഏതാണ് ഫദ്ല് കൂടിയത്, ഏതാണ് ഫദ്ല് കുറവുള്ളത് എന്ന് വേർതിരിക്കുന്നത്. അങ്ങനെ പലതരത്തിൽ ഇൽമു കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് അറിയാനും സാധിക്കും. അതുകൊണ്ട് അറിവുണ്ടെങ്കിലാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാവുക. രണ്ടാമത്തേത് പറഞ്ഞത് മലക്കുകൾ, അവരുടെ ചിറകുകൾ. മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ സൃഷ്ടികളാണ്. അവർക്ക് ചിറകുകളുണ്ട് എന്ന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യമാണ്. ആ ചിറകുകൾ ഒരു ഇൽമ് നേടുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി അവർ താഴ്ത്തി കൊടുക്കും. അവരുടെ ആ ഇൽമ് നേടുക എന്നുള്ള പ്രവർത്തനത്തിനോടുള്ള തൃപ്തി കാരണത്താൽ ആ മലക്കുകൾ താഴ്ത്തി കൊടുക്കുന്നതാണ്. അപ്പൊ ഇൽമ് നേടുക എന്നുള്ളത് വളരെ ഫദ്ലുള്ള കാര്യമാണ്. അത് ഒരു ചെറിയ ഒരു ദർസിൽ പങ്കെടുത്തുകൊണ്ടാണെങ്കിലും ഇൽമിന്റെ മാർഗത്തിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത്. അടുത്തത് പറഞ്ഞു വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഹത്തൽ ഹീതാനു ഫിൽ മാ. ഒരു ആലിമിന്, ഒരു ഇൽമ് നേടുന്ന ഒരു വ്യക്തി പിന്നീട് അറിവുള്ള ഒരാളായി മാറുമ്പോൾ അല്ലെങ്കിൽ ആ മാർഗത്തിലാകുമ്പോൾ തന്നെ
അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കും. ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, ഹലാല് ഹറാമുകളെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഉലമാക്കൾ, അവർക്ക് വേണ്ടി ആകാശഭൂമിക്കകത്തുള്ള എല്ലാം ഇസ്തിഗ്ഫാർ തേടും. അള്ളാഹുവെ അവന് പുറത്തു കൊടുക്കണമേ, അള്ളാഹു അവന് പുറത്തു കൊടുക്കണമേ. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്തൽ ഹൈതാനു ഫിൽ മാ, കടലിലുള്ള മത്സ്യം പോലും, വേറെ ചില റിവായത്തുകളിൽ ഉറുമ്പുകൾ പോലും ആ ഇസ്തിഗ്ഫാർ തേടും. അതുപോലെ ആലിമിന്റെ ഫضല് ആബിദിനേക്കാൾ, ഒരു ഇബാദത്തിൽ മാത്രം മുഴുകുന്ന ഒരാളെക്കാൾ ആലിമിന്റെ ഫضല് എന്ന് പറഞ്ഞാൽ ആകാശത്തെ നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ളതുപോലെയാണ്. വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. നബിമാർ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ സ്വത്ത് അനന്തരമായി വിട്ടേച്ചു പോകില്ല, അത് അനന്തരാവകാശികൾക്ക് ലഭിക്കുകയുമില്ല. അവർ അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ളത് ഇൽമാണ്. അത് ലഭിച്ചവൻ വലിയ നേട്ടമാണ് ലഭിച്ചത് കാണാം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് ശേഷം മദീനയിലെ അങ്ങാടിയിൽ പോയിക്കൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മസ്ജിദിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തര സ്വത്ത് വീതിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങളിവിടെ കച്ചവടത്തിൽ മുങ്ങിയിരിക്കുകയാണോ? അപ്പൊ എല്ലാവരും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ ഒന്നും വീതിച്ചു കൊടുക്കുന്നത് കണ്ടില്ല. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങാടി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവർ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അബൂ ഹുറൈറ, നീ പറഞ്ഞ പോലെ അവിടെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നിങ്ങൾ അവിടെ ഒന്നും കണ്ടില്ലേ, എന്താണ് കണ്ടത് ചോദിച്ചു. അപ്പൊ കുറച്ച് ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദീനിന്റെ ഹൽക്കകൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, ഹലാല് ഹറാമുകൾ വേർതിരിച്ച് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ള സ്വത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇൽമ് നേടുക എന്നുള്ളത് അത് നൂറാണ്. ദുനിയാവിലും ഖബറിലും പരലോകത്തുമെല്ലാം നമുക്ക് വെളിച്ചം നൽകുന്ന കാര്യമാണ് ഇൽമ് എന്നുള്ളത്. അപ്പോ ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കണം, ഇൽമ് നേടാനുള്ള എന്താണോ നമുക്ക് സാധിക്കുക ആ മാർഗങ്ങളെല്ലാം ഉപയോഗിക്കണം. وعن صفوان بن عسال المرادي رضي الله عنه قال: أتيت النبي صلى الله عليه وسلم وهو في المسجد متكئ على برد له أحمر. സഫ്വാൻ ഇബ്നു അസാൽ മുറാദി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലാണ്, ഒരു ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് പിന്നെ ചാരിയിരിക്കുകയാണ്. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി ജിഅ്തു അത്ലുബുൽ ഇൽമ, റസൂലെ ഞാൻ വന്നിട്ടുള്ളത് ഇൽമ് നേടാൻ വേണ്ടിയിട്ടാണ്, ഇൽമ് നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ ബിതാലിബിൽ ഇൽം, ഇൽമ് തേടി വന്നവനെ നിനക്ക് സ്വാഗതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ത്വാലിബൽ ഇൽമി തഹഫുൽ മലായിക ബിഅജ്നിഹതിഹാ ثم يركب بعضهم بعضا حتى يبلغ السماء الدنيا من محبتهم لما يطلب. ആ ഇൽമ് തേടുന്ന വ്യക്തി ഇൽമ് തേടുന്നത് കൊണ്ടുള്ള ഇഷ്ടം കൊണ്ട് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അട്ടിയായിട്ട് നിൽക്കും. ആകാശം എത്തുന്നത് വരെ അവർ ആ താഴ്മ കാണിച്ചുകൊണ്ട്, അഥവാ ആ തൃപ്തി, അവരോടുള്ള ഇഷ്ടം കാണിച്ചുകൊണ്ട് അവർ അട്ടിയായി നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇൽമ് നേടി വന്ന ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. നോക്കൂ, മർഹബൻ ബിതാലിബിൽ ഇൽം, ഇൽമ് നേടി വന്നവനെ നിനക്ക് സ്വാഗതം എന്നുള്ള വാക്കുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കുന്നത്. അപ്പോ ധാരാളം ഇൽമ് നേടുക എന്നുള്ളത് ചെറുതാണെങ്കിലും നമ്മൾ അതിന്റെ മാർഗത്തിലായിരിക്കണം എപ്പോഴും. അതിപ്പോ പറഞ്ഞതുപോലെ ഒരു ദർസിൽ പങ്കെടുക്കലോ അല്ലെങ്കിൽ അതല്ലാത്ത രീതിയിൽ പഠിക്കാൻ ശ്രമിക്കലോ എന്താണെങ്കിലും ആ മാർഗത്തിലായിരിക്കണം നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടത്. അടുത്തൊരു ഹദീസ്, വറൂബി അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തലബുൽ ഇൽം, ഇൽമ് നേടുക എന്നുള്ളത് ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അവന്റെ വിശ്വാസം, നിസ്കാരം, അതുപോലെ റമളാനിലെ നോമ്പ്, അതുപോലെ സക്കാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളെ കുറിച്ച് അറിവ് അവനുണ്ടാകൽ നിർബന്ധമാണ്. അവന് എന്താണ് അവന്റെ വിശ്വാസം, അള്ളാഹുൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നവന് വിശ്വാസം ഉണ്ടായിരിക്കും, അത് അവൻ അറിയൽ നിർബന്ധമാണ്. അതുപോലെ അവന്റെ കർമ്മങ്ങളിൽ ഒന്നാമതായിട്ടുള്ള നിസ്കാരം, ആ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതിന് ആവശ്യമായിട്ടുള്ള വുദു, ശുദ്ധി, നിസ്കാരത്തിന്റെ രൂപം, അതിലുള്ള ദുആകൾ, ദിക്റുകൾ, ഖുർആൻ പാരായണം ചെയ്യാൻ, അതുപോലെ ധാരാളം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു മുസ്ലിം അറിഞ്ഞിരിക്കണം. അത് പഠിക്കലും അവന്റെ മേലെ നിർബന്ധമാണ്. എന്നാൽ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ചില
മസ്അലകൾ ഉണ്ടാകും. ഇപ്പൊ ചില അനന്തരാവകാശ നിയമങ്ങളോ അല്ലെങ്കിൽ വേറെ ഉലമാക്കൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്, പഠിക്കാൻ സാധിക്കുന്നവർക്ക് പഠിക്കാം. പക്ഷെ നിർബന്ധമായിട്ടുള്ള അറിവ്, കർമ്മങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിർബന്ധമായി തന്നെ അവൻ അറിയേണ്ടതും പഠിക്കേണ്ടതുമാണ്. അതുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമായ കർമ്മങ്ങൾക്ക് നിർബന്ധമാണ്. അതല്ലാതെ അതിനുവേണ്ടി മാറി നിൽക്കുക എന്നുള്ളത് ഫضലുള്ള കാര്യമാണ്. അടുത്തൊരു ഹദീസ് വൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുൻ വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. 7 കാര്യങ്ങൾ, ആ 7 കാര്യങ്ങൾക്കുള്ള പ്രതിഫലം അവൻ മരണപ്പെട്ടു കഴിഞ്ഞാലും ഖബറിലായാലും അതവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒന്നാമത്തേത് മൻ അല്ലമ ഇൽമൻ, ഒരാൾ ഒരു അറിവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരറിവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അവന് എന്തുണ്ടാകും? അതിന്റെ പ്രതിഫലം, ആ പഠിപ്പിച്ചു കൊടുത്തതിന്റെ പ്രതിഫലം അവന്റെ ഖബറിലേക്ക് ലഭിക്കും. ഔ ഖറാ നഹ്റൻ, അല്ലെങ്കിൽ ഒരു അരുവി ഒഴുക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് വെള്ളത്തിനുള്ള സൗകര്യമായിട്ട് ഒരു അരുവി ഒഴുക്കി കൊടുക്കുക എന്നുള്ളത്, അപ്പൊ ആളുകൾ അത് ഉപയോഗിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടും. ഔ ഹഫറ ബിറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക, വെള്ളം ആളുകൾക്ക് വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം. ഔ ഗറസ നഖ്ലൻ, അല്ലെങ്കിൽ ഒരു ഈന്തപ്പന മരം അല്ലെങ്കിൽ ഒരു ചെടി ആളുകൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ മരമോ മറ്റോ നടുക എന്നുള്ളത്. ഔ ബനാ മസ്ജിദൻ, ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്നത്. ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ ഒരു മുസ്ഹഫിനെ അനന്തരമായി വെക്കുക, അഥവാ മസ്ജിദിലോ മറ്റോ വഖഫ് ചെയ്തുകൊണ്ട് മുസ്ഹഫ് നൽകുക എന്നുള്ളത് ആളുകൾ പാരായണം ചെയ്യുമ്പോൾ പ്രതിഫലം ലഭിക്കും. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, അല്ലെങ്കിൽ അവന്റെ മരണശേഷം അവനു വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു മകനെ അവിടെ ഉണ്ടാവുക എന്നുള്ളതും അവന് പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അപ്പൊ ഈ 7 കാര്യങ്ങൾ മരണശേഷവും ഖബറിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബാബിൽ പ്രധാനപ്പെട്ടത് മൻ അല്ലമ ഇൽമൻ, ഒരു അറിവ്, അത് അറിയുന്നത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിൽ ലഭിക്കുന്നതാണ്. അതിനു പുറമെ വെള്ളത്തിന് സൗകര്യമായിട്ട് അരുവിയോ കിണറോ കുഴിച്ചു കൊടുക്കുക എന്നുള്ളത്, മരം നടുക എന്നുള്ളത്, മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ളത്, മുസ്ഹഫ് അനന്തരമായി പാരായണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കുക എന്നുള്ളത്, ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു മകൻ ഉണ്ടാവുക എന്നുള്ളതെല്ലാം ഖബറിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇൽമു പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മഹത്തായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.